ടു ഇമ്പൾസ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് പ്രോബ്ലം ആണ് എന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് സ്റ്റേജസ് ഓഫ് പ്രോബ്ലം നോക്കാം. സോ നേച്ചർ ഓഫ് പ്രോബ്ലം, അതിനു മുന്നേ തന്നെ നമുക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു. സോ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്സിൻ്റെ ഭാഗമായിട്ട് ആദ്യമായി നമ്മൾ ആ പ്രോബ്ലം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിനാവശ്യമായ സ്റ്റെപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഗ്രീന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഒരു പ്രോബ്ലം എന്താണ്, അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കടന്നുപോയി നമ്മൾ അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് റിലവൻറ്റ് ഇൻഫർമേഷൻ വേണം, ഇറലവൻറ്റ് ഡീറ്റെയിൽസ്, അത് നമുക്ക് ആവശ്യമില്ലാത്ത ഈ പ്രോബ്ലവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് നോളജ് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ക്രിയേറ്റിംഗ് മെൻ്റൽ ഓർ എക്സ്റ്റേണൽ റെപ്രസെൻറ്റ് ലൈക്ക് സിമ്പിൾ, ലിസ്റ്റിംഗ്, ഗ്രാഫ്, മെട്രിക് ഓർ ഇമേജസ്. ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പേഴ്സണൽ പ്രോബ്ലം എന്നുള്ളതിനേക്കാൾ മോർ ഓവറായിട്ട് ഒരു കമ്പനിയിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു വലിയൊരു ഓർഗനൈസേഷനിൽ വരാനായിട്ട് ഇരിക്കുന്നൊരു പ്രോബ്ലം, ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ എപ്പോഴും ആവശ്യമാണ്. അത് നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ അകത്തൂടെ കടന്നു പോവേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയേണ്ടത് ജനറേറ്റിംഗ് സൊല്യൂഷൻ ആണ്. സോ എങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ ജനറേറ്റ് ചെയ്യുക? സോ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു, പ്രോബ്ലം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിച്ചു. സോ സെക്കൻഡ് സ്റ്റേജിൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നാണ് പറയുക. പാസ്റ്റ് എക്സ്പീരിയൻസ്, പ്രസൻറ്റ് റിസോഴ്സ്, ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് നമുക്ക് ഇതിന് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിസോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണോ, ക്രിട്ടിക്കൽ തിങ്കിങ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെയാണ് നമുക്ക് സ്ട്രാറ്റജീസ് ലൈക്ക് ടൈം കൺസ്യൂമിങ് ബട്ട് ആക്യുറേറ്റ്, ക്വിക്കർ ബട്ട് ലെസ്സർ ലേബർ, ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ മേ ബി നമ്മൾ അവിടെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ടൈം കൺസ്യൂമിങ് ആണെങ്കിലും എന്താണ് ഈ ഒരു നമുക്ക് ഒരു ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ബട്ട് ക്യുക്കറാണ്, എന്നാൽ ബട്ട് ലെസ് റിലയബിൾ, നമുക്കങ്ങനെ എന്താണ് അത്ര റിലയബിലിറ്റി ഒന്നും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ജഡ്ജിങ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. സോ ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ബൈ അസൈനിങ് ഗോൾ, ഒബ്സ്റ്റാക്കിൾ ഓർ ഹിഡൻ കോസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ. അതായത് നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ രീതിയിലൂടെ സോൾവ് ചെയ്യാൻ സാധിക്കുമോ, ഇതിന് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് തന്നെയാണോ ഇതിൻ്റെ ഫൈനൽ ആൻഡ് ബെസ്റ്റ് സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. അവിടെയാണ് നമ്മുടെ ഗോൾ, എൻ ഗോൾ എന്താണ്, ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, ഹിഡൻ കോസ്റ്റുകൾ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ആൻഡ് ക്യാരിയിങ് ഔട്ട് ദ സൊല്യൂഷൻ, അതായത് അവിടെയാണ് നമ്മൾ സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. ലൈക്ക് അൽഗോരിതം, ഹ്യൂറിസ്റ്റിക്. അൽഗോരിതം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടീഡ് മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുക, അൽഗോരിതം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അൽഗോരിതം ഉണ്ട്, അതനുസരിച്ച് നമ്മൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേപോലെ തന്നെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂറിസ്റ്റിക് ആണ്, ക്വിക്ക് റൂൾസ് ഓഫ് തമ്പ്. സോ നമ്മൾ ക്വിക്ക് റൂൾ ഓഫ് തമ്പ് ആയിട്ടുള്ള ഹ്യൂറിസ്റ്റിക്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഒരു ജസ്റ്റ് ഒരു കട്ട ഉണ്ടാകും, അതിൽ ചെറിയ കട്ട, വലിയ കട്ട, കളറുകൾ ഓരോന്നുണ്ടാവും. നമ്മൾ അതനുസരിച്ച് ഓരോരോ കട്ടകളായിട്ട് നമ്മൾ മാറ്റി മാറ്റി വെക്കുകയാണ്. നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിനകത്തൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് പബിൾസ് ഉണ്ടായിരിക്കും. കളേർഡ് പെബിൾസിനൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗെയിമില്ലേ, അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു സംഭവം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇവാലുവേറ്റിംഗ് സൊല്യൂഷൻ ആണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ സൊല്യൂഷൻ വിത്ത് ഒറിജിനൽ പ്രോബ്ലം. നമ്മുടെ പ്രോബ്ലം എവിടെയുണ്ട്, നമ്മുടെ സൊല്യൂഷൻ എവിടെയുണ്ട്, രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം. ഗോൾ നമുക്ക് അച്ചീവ് ആയിട്ടുണ്ടോ നോക്കാം. തിരിച്ചു പോയി ഏതെങ്കിലും സ്റ്റെപ്പ് നമുക്ക് സോൾവ് ആയിട്ടില്ലെങ്കിൽ അത് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനിയാണ് സ്ട്രാറ്റജി ഓഫ് പ്രോബ്ലം സോൾവിങ്. അൽഗോരിതം ഞാൻ പറഞ്ഞു അല്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് മെത്തഡ് ഓഫ് ഗ്യാരണ്ടി ഓഫ് സൊല്യൂഷൻ ആണ്. ടൈം കൺസ്യൂമിങ് ആണെങ്കിലും ആക്യുറേറ്റ് ആണെന്നുള്ളതാണ്. ഹ്യൂറിസ്റ്റിക് ആണെങ്കിൽ മെന്റൽ ഷോർട്ട് കട്ട് ഓർ റൂൾസ് ഓഫ് തമ്പ് ആണ്. ഫാസ്റ്റർ ദൻ അൽഗോരിതം, അൽഗോരിതത്തിനേക്കാൾ ഫാസ്റ്റർ ആണ്, എന്നാൽ നമുക്കങ്ങനെ ഗ്യാരണ്ടിയോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. ലുക്കിംഗ് ഫോർ ഫെമിലിയർ ലെറ്റർ പാറ്റേൺ ഇൻ ദി അനഗ്രാംസ്, നമ്മൾ ഫെമിലിയർ ലെറ്റർ പാറ്റേൺ ഒക്കെ നോക്കി പറക്കിയെടുക്കത്തില്ല, കുറേ കൂമ്പാരം പോലെയൊക്കെ നമ്മൾ പിള്ളേരൊക്കെ കൊച്ചു പിള്ളേർ കളിക്കുന്ന ഗെയിംസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കേട്ടോ. സോ ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, ഇത് സ്ട്രാറ്റജീസ് ആണ് കേട്ടോ. ഇനി സ്പെസിഫിക് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സുകളുണ്ട്. അവിടെയാണ് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ്. സോ ജനറേറ്റ് ഐഡിയ ആൻഡ് ടെസ്റ്റ് ഇഫ് ദേ ഫിറ്റ്. നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇവിടെയാണ് നമുക്ക് റിസർച്ചിലൊക്കെ ഒരുപാട് വരിക. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റീടെസ്റ്റ് ചെയ്യുക, ഫിറ്റ് ആവുന്നുണ്ടോ നോക്കുക, ഓപ്ഷൻസ് നോക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, നമുക്കൊരു എ പ്ലാൻ അല്ലെങ്കിൽ ബി പ്ലാൻ അല്ലെങ്കിൽ സി പ്ലാൻ എന്ന്
പറയുണ്ടാവില്ല, അതേപോലെ തന്നെ. സോ നമ്മളിവിടെ ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന വർക്ക് ബെസ്റ്റ് വെൻ ദർ ഫ്യൂ ഓപ്ഷൻസ്. സോ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉള്ളതെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ തിങ്ക് ഓഫ് 10 ഫുഡ് സ്റ്റാർട്ടിങ് വിത്ത് സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 10 ആഹാരങ്ങളെ പറ്റി ചിന്തിക്കൂ എന്ന് പറയുന്നത് പോലെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മീൻസ് ആൻഡ് അനാലിസിസ് ആണ്. ഇത് ബ്രേക്ക് പ്രോബ്ലം ഇൻ ടു സ്മോളർ പാർട്സ്. ഇത്രയും വലിയ പ്രശ്നത്തിന് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഓരോ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗോള് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സോൾവ് ചെയ്യുകയാണ്. ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്നറിയോ, നമുക്ക് ഇവിടെ വലിയ പ്രശ്നം വരില്ല, നമുക്കിത് റെഡ്യൂസ് ആയി വരും എന്നുള്ളതാണ്. ആൻഡ് സോൾവിങ് മാത്സ് ഇക്വേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബാക്ക്വേർഡ് സെർച്ച് ആണ്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം ദ ഗോൾ ആൻഡ് വർക്ക് ബാക്ക്വേർഡ്. നമ്മൾ ഗോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, തിരിച്ച് ബാക്കിലേക്ക് പോവുക. ഇത് നമ്മുടെ ഗോളാണെങ്കിൽ ഇവിടെ നമ്മൾ ബാക്കിലേക്ക് പോകുന്നൊരു പരിപാടിയാണ്. ആൻഡ് യൂസ്ഫുൾ ഇൻ പസിൽ ഓർ മേസ് വിത്ത് വൺ സൊല്യൂഷൻ. നമ്മൾ ഒരൊറ്റ സൊല്യൂഷൻ വെച്ചുകൊണ്ട്, ഇപ്പോൾ നമ്മൾ പസിലൊക്കെ എങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്, നമ്മൾ ബാക്ക്വേർഡ് നമ്മൾ കളിച്ചു പോയില്ലേ, ഈ ഒരു പരിപാടിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഹെൽപ്സ് വിഷ്വലൈസിങ് ദ സ്റ്റെപ്പ് നീഡ് ടു റീച്ച് ദ സ്റ്റാർട്ട്. സോ നമ്മൾ വിഷ്വലൈസിങ് സ്റ്റെപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ അത് സ്ട്രാറ്റജീസ് ആണ്. സോ നമുക്ക് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ഭയങ്കര എളുപ്പമാണ്. സോ നമ്മൾ സിമ്പിളർ മോഡലിന് ആദ്യം നമ്മൾ സോൾവ് ചെയ്യും. ചില ആൾക്കാർ എന്താ ചെയ്യുക, കുറേ കണക്കുകളുണ്ട്, എക്സാംസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പം അവർ ചെയ്യുന്നത് ആദ്യം എളുപ്പമുള്ള ഉത്തരം എഴുതുന്നത്, അതിനാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയാം. ഡിവൈഡിങ് ആൻഡ് കോൺക്വർ ആണ്. വലിയ പ്രോബ്ലത്തെ നമ്മൾ ചെറുതാക്കി നമ്മൾ ബ്രേക്ക് ചെയ്യുക. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. നമ്മൾ സൊല്യൂഷൻ അസ്യൂം ചെയ്യുകയും അങ്ങനെ നമ്മളത് പ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസപ്രൂവ് ചെയ്യുകയോ. ആൻഡ് ലാറ്ററൽ തിങ്കിങ് ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിരിക്കും, നോൺ ലീനിയർ തിങ്കിങ് ആയിരിക്കും. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, നമ്മൾ എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കേണ്ടി വരും. ലീനിയർ എന്ന് വെച്ചാൽ ഇതാണ് ലീനിയർ കേട്ടോ. ഇനി നോൺ ലീനിയർ എന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും, നമ്മൾ എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചു കൊണ്ടുപോകാം എന്നുള്ളതാണ്. ആൻഡ് മെത്തേഡ് ഓഫ് ഫോക്കൽ ഒബ്ജക്റ്റ് ആണ്. ഇവിടെ നമ്മൾ അൺറിയൽ ഒബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്യുകയും അങ്ങനെ പുതിയ ഐഡിയാസിനെ നമ്മൾ ഫ്യൂച്ചർ ചെയ്ത് കൊണ്ടുവരുന്ന രീതി. ഒന്നെങ്കിൽ അൺറിയൽ ഒബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ ഐഡിയ ഫ്യൂച്ചർ ചെയ്യുകയോ ചെയ്യുന്നു. ആൻഡ് റിഡക്ഷൻ ആണ്. കൺവേർട്ട് ടു ഫാമിലി പ്രോബ്ലം വിത്ത് നോൺ സൊല്യൂഷൻ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നൊരു പ്രശ്നത്തിന് ഇന്നൊരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്നൊരു ഫെമിലിയർ ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുക. റൂട്ട് കോസ് അനാലിസിസ് ഇത് എപ്പോഴും എല്ലാ ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്ന രീതിയാണ് റൂട്ട് കോസ് അനാലിസിസ്. എന്താണ് ഇഷ്യൂ എന്നുള്ളത് ആക്ച്വലി നമ്മൾ നോക്കിയതിന് ശേഷം അത് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്കിനി ഭാവിയിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും നോക്കുന്നതാണ്. ആൻഡ് ട്രയൽ ആൻഡ് എറർ മെത്തഡ് ഇതും ചെയ്യാറുണ്ട്. നമ്മളൊരു സ്മൂത്ത് വർക്ക് ഫ്ലോ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നതാണ്. ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ ചെയ്യാറുണ്ട്. ഗ്രൂപ്പ് തിങ്കിങ് ടു ജനറേറ്റ് മെനി ഐഡിയ. ഒരുപാട് പേരെ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ നോക്കും, നിങ്ങളുടെ ഐഡിയ പറയൂ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്ന പോലെ. ഇനി ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ്. സോ ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിംഗ് രണ്ടാണ്. ക്രിയേറ്റിവിറ്റി മീൻസ് ഒറിജിനൽ പ്ലസ് യൂസ്ഫുൾ ഐഡിയ. നമുക്ക് എന്താണ് ഒറിജിനൽ അത് പ്ലസ് യൂസ്ഫുൾ ഐഡിയ. ഇൻസൈഡ് എന്താണ് നമുക്കറിയാം, സഡൻ റിയലൈസേഷൻ ഓഫൺ ആഫ്റ്റർ സ്ട്രഗ്ലിംഗ് ഓർ വെയിറ്റിംഗ് ആണല്ലേ. സോ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ്, അവിടെ നമുക്ക് ഇപ്പം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരാൾ എത്രത്തോളം ക്രിയേറ്റീവ് ആവും എന്ന് പറയുന്നത് അയാളുടെ ഐഡിയ ജനറേറ്റ് ആവുകയാണ് അല്ലേ. അയാൾക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാവുന്നു, അത് ജനറേറ്റ് ആവുന്നു, ഡെവലപ്പ് ആവുന്നു. പ്രോബ്ലം സോൾവിങ് വെച്ചാൽ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഐഡിയനെ ഈ പ്രോബ്ലം സോൾവിങ്ങിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞു പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയുള്ളൂ ഇവിടെയും ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. സോ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഉപയോഗം വെച്ചാൽ സെലക്റ്റീവ് എൻകോഡിങ്, ഫിൽട്ടർ ഔട്ട് ഇറലവന്റ് ഇൻഫോ, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. കോമ്പിനേഷൻ, കമ്പൈൻ നോൺ പീസ് ഇൻ ന്യൂ വേ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് കമ്പാരിസൺ, കമ്പയർ വിത്ത് പാസ്റ്റ് സൊല്യൂഷൻ ക്രിയേറ്റിവിറ്റി, നമ്മുടെ പാസ്റ്റ് സൊല്യൂഷൻ ക്രിയേറ്റിവിറ്റി നമുക്ക് കമ്പൈൻ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് ഡിസ്കവറി. പറയാൻ പോകുന്ന സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് ഡിസ്കവറി ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്താണ് പ്രോബ്ലത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻക്യുബേഷൻ ആണ്. ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും മൈൻഡിലൂടെ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമാണ്. ഇൻസൈറ്റ്, സഡൻ ആഹാ മൊമെൻ്റ് ആണ്. നമുക്ക് പെട്ടെന്നൊരു സാധനം കിട്ടില്ല, ക്ലിക്കിന് കിട്ടത്തില്ല ആ പരിപാടി. ആൻഡ് വെരിഫൈ ചെയ്യുന്നത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, അപ്പം ഞാൻ പറയുവാണ്, ഇപ്പം ഞാൻ നോർമലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടില്ലെങ്കിൽ ഞാൻ 1 മിനിറ്റ് സമയം ചോദിക്കും. ആ 1 മിനിറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യും, എന്താണ് ഞാൻ ഉത്തരം പറയേണ്ടത്. ഇൻക്യുബേറ്റ് ചെയ്യും, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ആൻഡ് ഇൻസൈറ്റ് ഞാൻ പറയും ഓക്കെ താങ്ക് യു ഫോർ ഗിവിങ് ദാറ്റ് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നോർമലി ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യാറുണ്ടാവുക. അപ്പം ആൻഡ് വെരിഫിക്കേഷൻ, അതായത് ഈ സൊല്യൂഷൻ വർക്ക് ചെയ്യൂല, നമ്മൾ ആൾക്കാരുടെ പറയുമ്പോൾ അവരുടെ റെസ്പോൺസ് നമ്മൾ നോക്കും, അവരുടെ ഫേസിൽ നമ്മൾ റെസ്പോൺസ് നോക്കി നമ്മൾ തിരിച്ചറിയുവാണ് ചെയ്യുക. ആൻഡ് ട്രേറ്റ്സ് ഓഫ് ക്രിയേറ്റീവ് പ്രോബ്ലം, സോ ക്ലിയർ പർപ്പസ് ആൻഡ് സ്ട്രോങ് നോളജ് ആൻഡ് സ്കിൽ, അത് തന്നെയാണ്.
ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രോബ്ലം സോൾവിങ്ങിൽ എന്തെങ്കിലും ഉണ്ടോ? ഇത് നമുക്ക് വരുന്ന ഒരു ഫ്യൂച്ചർ സ്റ്റഡി തന്നെയാണ്. സോ ഇവിടെ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ അങ്ങനെ പെട്ടെന്നൊന്നും എപ്പോഴും ചോദിക്കാറില്ല. സോ പ്രോബ്ലം സ്പേസ് ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തിട്ട്, അതായത് എല്ലാ പ്രോബ്ലവും മെൻ്റലി കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരുപാട് സെർച്ച് എൻജിൻ അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ്, നോളജ് ബേസ് ഫാക്ട്, ഇങ്ങനെയുള്ള ഒരുപാട് രീതിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രിറ്റിസിസം ഓഫ് എ അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ എസൻസ് ഇല്ല. ഹ്യൂമൻ്റെ ഒരു രീതിയിലും അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ ഹ്യൂമന് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ വൈഡ്ലി അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. എന്നാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ChatGPT പോലുള്ള ഒരുപാട് എൻജിൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒരുപാട് ഉപയോഗം വരുന്നുണ്ട്. ഇതിപ്പം ഏതൊരു ചാപ്റ്റർ എടുത്താലും ലാസ്റ്റ് എനെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. നമുക്കതൊരു ഐഡിയ തരും, നമുക്ക് ഇച്ചിരി ചിന്തിക്കാനുള്ളൊരു ഐഡിയ തരുന്നുള്ളൂ എന്നാണ്. സോ എളുപ്പമാണ്, ഒന്നുമില്ല. ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് പോകുന്നൊരു യൂണിറ്റാണ്. ആ ഒരു റിസോഴ്സ് നോട്ടും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.